അച്ചുവിന്റെ അമ്മയ്ക്ക് വനജയ്ക്ക് ഒരു രണ്ടാം ഭാഗം തരുമോ? സന്ദേശം പുതിയ കാലത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുമോ? വനജയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ നിവൃത്തില്ല. കാരണം ഞാൻ വനജയുടെ ഒരു തുടർച്ചയായിട്ടുള്ള കഥയെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ സന്ദേശം എന്നുള്ള സിനിമ അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ സറ്റയറിനെ പറ്റി ഞാനും ശ്രീനിവാസനും ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു. ഞാൻ പണ്ട് ഇതിനു മുമ്പ് സാറും ശ്രീനിവാസനും കൂടെ വന്നപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചിരുന്നു. പുതിയ കാലത്തെ ഒരു സന്ദേശവുമായിട്ട് വന്നുകൂടെ? അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ സാറിന്റെ ഭാവനയിൽ കൂടെ വനജയെ പുത്തൻ കാലത്തെ നായികയാക്കി കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൂടെ? അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ടാം ഭാഗത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. സന്ദേശത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ളതിന് പകരം സന്ദേശം പോലെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യാൻ ഞാനും ശ്രീനിവാസനും കൂടി ഒരു 5-6 കൊല്ലമായിട്ട് അത് പറ്റി ആലോചിക്കുന്നുണ്ട്. ഓരോരോ സമയത്തും ഒരു ചെറിയ സാങ്കേതിക തടസ്സം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെക്കാളും ഭീകരമാണ് ഇന്നത്തെ ടോളറൻസ് വളരെ കുറവാണ്. ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ വിമർശിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ റിയാക്ഷൻ തീവ്രമാണ്. അപ്പൊ നമുക്ക് മതത്തിനെ പറ്റി പറയാൻ നിവൃത്തിയില്ല, മതാധിപത്യത്തിനെ പറ്റി പറയാൻ നിവൃത്തിയില്ല. അന്നത്തെ പോലെ നമുക്ക് ഈ വിമർശിച്ചാൽ ഇത് ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ ഒരു ഭയം എന്നുള്ളത് ഉള്ളിലുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്.